ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് മാരാറെ ഒരു കോളാണ് ഇപ്പോൾ സംഭവമായിട്ട് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ബിഗ് ബോസ് ഏറെക്കുറെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചു. ഏറെക്കുറെ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് അവസാനിച്ചെങ്കിൽ പോലും പുറത്ത് ബിഗ് ബോസ് അനീഷ് ജയിക്കുമോ അനുമോൾ ജയിക്കുമോ ഇതിൻ്റെ പ്രസ്റ്റീജിയസ് പ്രശ്നമാണെന്ന് പറഞ്ഞ് PR-നെക്കാട്ടിലും വലിയ കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊപ്പിയും അഖിൽമാരനും തമ്മിലുള്ള വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ കുറച്ച് വിശദമായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കിട്ടും. പ്ലക്കിനെ എന്നൊരു ക്ലിക്ക് കൊടുക്കുക. ഹൈപ്പയിലും അതേ പ്ലക്കിനെ വെച്ച് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് ഇന്നത്തോടെ വിജയ് ആരാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ വിജയ് ആരാണെന്ന് അറിഞ്ഞാലും ഈ കോൺട്രവേഴ്സികളെല്ലാം കുറേ നാളത്തേക്കും കൂടെ തുടരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും അധികം എക്സ്പോസ് ആയത് PR ടീമുകളായിരുന്നു. അവൻ്റെ PR ഇവൻ, ഇവൻ്റെ PR അവൻ, അവൻ്റെ PR ഇവൻ, ഈ ഒരു സാധനമാണ് ഭയങ്കരമായിട്ട് പുറത്തോട്ട് വന്നത്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന PR ആണ് ഇത്തവണ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ തവണ MRC തൊപ്പി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തൊപ്പി രംഗത്ത് വന്നിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജിൻഡോയ്ക്ക് ഒരു ഗുണമുണ്ടായി. കാരണം ബാക്കിയുള്ള ഇപ്പോൾ അഖിൽമാരാർ വന്നിട്ട് എല്ലാവരും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുടെ അത് പറയാൻ എന്ന് പറയുന്ന ആളുകളുള്ളപ്പോൾ തൊപ്പി ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അത് ചെയ്യുന്ന ഒരുപാട് ഫാൻസ് തൊപ്പിക്കുണ്ട്. അപ്പോൾ തൊപ്പി കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് അനീഷിന് വോട്ട് കൊടുക്കണം എന്നൊരു സാധനം പറഞ്ഞു. ഈ അനീഷിന് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും അനീഷിനെതിരെ നിൽക്കുന്ന PR-കൾക്ക് കുരി പൊട്ടുകയും ഇളകുകയും എല്ലാം ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാർ ഈ രംഗത്തേക്ക് കടന്നു വന്നു. ആദ്യം നമുക്ക് ഈ പറയുന്ന തൊപ്പിയുടെ ഒരു സംഭവം കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് അഖിൽമാരാരിലേക്കും PR-ലേക്കും ഒക്കെ വരാം. അപ്പോൾ ജിൻഡോ ജയിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഒരു വോട്ട് മൊത്തമായിട്ട് കുറച്ചതൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനം അച്ചായനായിരുന്നു. ആ സമയത്ത് അച്ചായനായിരുന്നു ഫുൾ ടൈം എൻ്റെ കൂടെ. അപ്പോൾ അച്ചായന് ഒരേ നിർബന്ധം ജിൻഡോനെ എങ്ങനെ ജയിപ്പിക്കുന്നത്. കാരണം അച്ചായൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. ഓക്കെ, അങ്ങനെ ജിൻഡോയെ ജയിപ്പിക്കണമെന്ന് അച്ചായന് ഒരേ നിർബന്ധം. അതുകൊണ്ട് അച്ചായനെ ഇവർ പ്രൊമോട്ട് ജിൻഡോയെ അച്ചായൻ്റെ വാക്ക് പ്രകാരം പ്രൊമോട്ട് ചെയ്തു. അച്ചായൻ്റെ ഒരേ നിർബന്ധത്തിനാണ് ജിൻഡോയെ പ്രൊമോട്ട് ചെയ്ത്. നോട്ട് ദാറ്റ് പോയിന്റ് ആ സാധനത്തിനെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ മാറ്റി വെച്ചാൽ നമുക്ക് എടുക്കാം. ഇനി ഈ തൊപ്പി വന്നിട്ട് പല തരത്തിലുള്ള ആൾക്കാരുടെ പേര്, ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇട്ടിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കത് കാണാം. അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാവരും ഇതിൽ വോട്ട് ചെയ്യുന്നവരും ഇതിൽ സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, വളരെ നല്ല രീതിയിൽ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുരുപൊട്ടി. കാരണം തൊപ്പി വന്ന് പറയുമ്പോഴത്തേനും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓഡിയൻസ് തൊപ്പിയുടെ വാക്ക് കേട്ട് അതിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഇവർ പൊളിയാൻ തുടങ്ങി. അതായത് ബിഗ് ബോസ് ഇത്രയും നാൾ കാണാതെ വെറും 2-3 എപ്പിസോഡ് കണ്ടിട്ട് ഇവൻ വന്ന് വോട്ട് പിടിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. തൊപ്പി അങ്ങനെ 2-3 എപ്പിസോഡ് കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല തൊപ്പി അത് പറഞ്ഞെങ്കിൽ പോലും. കാരണം സാബുമാൻ എവിക്റ്റ് ആയതറിയാം, ഇതിൻ്റെ പിന്നിലുള്ള PR കളികൾ അറിയാം, അതിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ പേരുകൾ വളരെ വ്യക്തമായിട്ട് അറിയാം. സോ ജസ്റ്റ് ഒരു റീൽസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതെ എപ്പിസോഡ് കാണാതിരിക്കുന്ന ഒരാൾക്ക് എല്ലാ പേരുകളും എല്ലാ ആൾക്കാരും അവിടെ നടന്ന സംഭവങ്ങളും എല്ലാം കൃത്യമായി തലയ്ക്ക് കയറുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പുള്ളി ഫുള്ളായിട്ടൊന്നും കണ്ടു കാണത്തില്ല, എന്നാലും എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. സോ തൊപ്പി അനീഷിന് അനുകൂലമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും അനീഷിനെ എതിർക്കുന്ന ടീമുകളെല്ലാം തൊപ്പിക്കെതിരെ തിരിഞ്ഞു. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഷിയാസ് കരീം വന്നു, ലക്ഷ്മി നക്ഷത്രം വന്നു, പിന്നെ സീരിയൽ രംഗത്തുള്ള പല ആൾക്കാരും വന്നു, തങ്കച്ചൻ വന്നു. ഈ ആളുകളെല്ലാം അനുവിന് വേണ്ടി വോട്ട് ചോദിച്ചപ്പോഴത്തേനും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചപ്പോഴത്തേനും നീ കണ്ടിട്ടാണോ, നീ PR-ലാടാ, നീ മറ്റവല്ലടാ, നീ എപ്പിസോഡിനെ അനലൈസ് ചെയ്താ വോട്ട് ചോദിച്ചില്ലടാ എന്നൊക്കെയുള്ള സാധനങ്ങൾ ഉയർന്നു. അതെനിക്ക് മനസ്സിലായില്ല. 2 ദിവസം കണ്ടിട്ടോ 3 ദിവസം കണ്ടിട്ടോ അയാൾക്ക് ഇന്ന ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി, അയാൾ ആ ആളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അയാളുടെ സപ്പോർട്ട് കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് അനുമോളെയാണ് ഇഷ്ടം, പക്ഷെ തൊപ്പി അനീഷിന് ചെയ്യാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അനീഷിനെ വോട്ട് ചെയ്തേക്കാം എന്നൊരുത്തൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് നിലപാടില്ലാത്തവൻ. 2-3 എപ്പിസോഡ് അല്ലെങ്കിൽ എപ്പിസോഡ് കാണാതെ ഈ തൊപ്പിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ സപ്പോർട്ട് ചെയ്യും. അതിനിപ്പോൾ ആരെ പ്രശ്നം? പൈസ മേടിച്ചിട്ട് ഈ ഇവനൊക്കെ പ്രൊമോഷൻ എടുത്ത് PR എടുത്തിട്ട് ചെയ്യുന്നില്ലയോ? അതൊന്നും കുഴപ്പമില്ല. അനുമോക്കാണെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടെ, ലക്ഷ്മി നക്ഷത്രം പറയട്ടെ,
പറയട്ടെ കുഴപ്പമില്ല. പക്ഷെ അനീഷിന് വേണ്ടി ആരും സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴേ ഈ ഗുലാബ് സിന്ദാബ ആ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം വന്നപ്പോൾ അഖിൽമാരാർ രംഗത്ത് വന്നു. അഖിൽമാരാരിൽ ഞാൻ കണ്ടിട്ടുള്ള 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് 2 തന്തയ്ക്ക് വിളിക്കുന്ന ഒരു സെറ്റപ്പ് അഖിൽമാരാർക്ക് വളരെയധികം കൂടുതലാണ്. 2, അഖിൽമാരോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിൽ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. അഖിലിന് പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും അറിയേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു, ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. ഇതാണ് അഖിൽമാരുടെ സെറ്റപ്പ്. അഖിൽമാർക്ക് പിന്നെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 365 കൊമ്പ്, ഈ ഒരു സെറ്റപ്പും അഖിൽമാർക്കുണ്ട്. സോ തൊപ്പി ഇത് പറഞ്ഞപ്പോഴത്തേനും കാലാകാലങ്ങളായിട്ട് ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന അഖിൽമാരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നീ ഫുൾ എപ്പിസോഡ് കാണാതെ അല്ലെങ്കിൽ 2-3 എപ്പിസോഡ് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഒരാളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്ന അഖിൽമാരാർ ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ എല്ലാ എപ്പിസോഡുകളും കാണാറില്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ല, ഞാൻ ഈ എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ എന്ന് അഖിലും പറയുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള തിരക്കുള്ള ആളുകൾക്ക് എല്ലാ എപ്പിസോഡും കാണാൻ പറ്റണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഞാൻ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ശാസ്ത്രത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് അഖിൽമാരാർ പറയുന്നത് കേൾക്കാം. തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് ചെയ്യുന്നതാണെന്ന്. മനസ്സിലായല്ലോ. അതായത് അനുമോക്കെതിരെ റൈറ്റപ്പ് വന്നാലോ അക്ബറിനെതിരെ അവർക്ക് അനുകൂലമായിട്ട് റൈറ്റപ്പ് വന്നാലോ അതെല്ലാം അവർ ചെയ്തത്. എന്നാൽ അനീഷിനെ അനുകൂലിച്ച് റൈറ്റപ്പ് ആരെങ്കിലും വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ മേടിച്ചിട്ടുള്ള PR. അനു തന്നെ അതിനകത്ത് പറയുന്നു ഞാൻ PR കൊടുത്തിട്ടുണ്ട്. എന്നാലും പുറത്തുള്ള ആളുകൾക്ക് അത് അനു PR കൊടുത്തെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടോ. അല്ല അനു PR കൊടുത്തിട്ടില്ല. ആ ഒരു സെറ്റപ്പ് നിൽക്കുകയാണ്. ഇത് അന്തം കമ്മി ആരാധകരാണ് ഈ അഖിൽമാരുടെ വാക്കി പറഞ്ഞ അന്തം കമ്മി ഫാൻസ്. ഇവരാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷിനെതിരെ ആര് സംസാരിച്ചാലും PR, അനീഷിനെ അനുകൂലിച്ച് ആര് സംസാരിച്ചാലും PR, അനുമോൾക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടം കൊണ്ട് ആ ഒരു സെറ്റപ്പാണ് അഖിൽ പറയുന്ന. ബാക്കി വെക്കുന്നത് കേൾക്കാം. തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം ഉണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി ഇതൊന്നും അല്ലാതെ ഞാനൊരു വീഡിയോ കണ്ടു, എനിക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഫ്രേസ് എന്താ ഇല്ല. തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടുള്ള അറിയണം, അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് എതിർപ്പുണ്ടാവണം, അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. തൊപ്പിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. തൊപ്പിയുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്ന സാധനമാണ് അഖിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ഇതേ സാധനം ഇതേപോലെ തന്നെ അഖിലിനെതിരെ ഒരുത്തം സംസാരിച്ച് കഴിഞ്ഞാൽ അഖിൽ വെറുതെ ഇരിക്കുമോ? അഖിൽമാരാർ വെറുതെ ഇരിക്കുമോ? അഖിൽമാരാർക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഒരു വിഷയത്തെ ഏത് വിധേനയും വളച്ചൊടിച്ച ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് വായിത്തൊന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കേട്ടോണ്ടിരിക്കുന്ന ആൾ മിണ്ടാതിരിക്കുമോ? മിണ്ടാതിരിക്കത്തില്ല. അതാണ് തൊപ്പി പ്രതികരിച്ചത്. അപ്പോൾ തൊപ്പി പണം മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് മാരാറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം വരുന്നത്. വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണ് അപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR-ൻ്റെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ ഇവിടെ ശരി, ശക്തമായ PR-ൻ്റെ സ്വാധീനത്തിലാണ്. ഇപ്പോൾ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചു, അത് PR-ൻ്റെ സാന്നിധ്യമാണ്, ഷോ കണ്ടിട്ടില്ല. പക്ഷേ ഈ അനുമോളുടെ PR ചെയ്തൊരു സാധനം, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ നമ്പരേ ഉള്ളൂ, നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതില്ല, സ്മാർട്ട് ഫോൺ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ തന്നിട്ട് ഞങ്ങൾ പറയുന്ന ഹോട്ട്സ്റ്റാറിൻ്റെ OTP പറഞ്ഞു തന്നാൽ ഞങ്ങൾ അങ്ങ് വോട്ട് ചെയ്തോളാം. അത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു സാധനമാണോ? ആ ആൾക്ക് അനുമോൾക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇവരെങ്ങനെ അനലൈസ് ചെയ്തെടുക്കും? ഒരു ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു OTP പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുമോൾക്ക് അങ്ങ് വോട്ട് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ജാതിപരമായിട്ട് വോട്ട് ചോദിക്കുന്നൊരു സാധനം അനുമോളുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇതിനൊന്നും എതിരെ ഇവർക്കൊന്നും സംസാരിക്കണ്ട. അനീഷ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രം അതിനെതിരെ നമ്മൾ സംസാരിക്കും. അനീഷ് എന്ത് ചെയ്താലും നമ്മൾ സംസാരിക്കും. അനുമോൾ കുഴപ്പമില്ല, പാവം കൊച്ചിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തി? ഇതിനു മുമ്പുള്ള സീസണുകളിൽ, ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അനുമോൾ കാട്ടിക്കൂട്ടിയതിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജാണ് അവർ തീർത്തത്. അത് അനുമോൾ ചെയ്തതിൻ്റെ റിഫ്ലെക്സ് ആക്ഷനാണ്. ഈ റിഫ്ലെക്സ് ആക്ഷൻ അതിനകത്തൊട്ട് റീഎൻട്രി ചെയ്ത കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ കാണിച്ച അവരുടെ ബോധമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയാണത്. ഒരു കുഴിയുണ്ട്, ആ കുഴിയിലോട്ടെടുത്ത് ചാടാം, സൈഡിൽ കൂടെ മാറിപ്പോവാം. ആ കുഴിയിലോട്ടെടുത്ത് ചാടിയിട്ട് മറ്റേ വള്ളിയെ തൂങ്ങി കയറി വന്നിട്ട് ഞാൻ അതിജീവനം, ഞാൻ കയറി വന്നു എന്ന് പറയുന്ന കാര്യമില്ല. ബുദ്ധിപൂർവ്വം ആ കുഴി വീഴാതെ ഒഴിഞ്ഞു പോയപ്പോൾ മണ്ടനാണോ?
എന്താണ് ഇവരെല്ലാം ന്യായീകരിക്കുന്നത്? ഈ അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ന്യായീകരിക്കുന്ന ന്യായീകരണങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമാണോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമാണോ, വോട്ട് ചെയ്തോളൂ, അത് നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ മറ്റവൻ ചെയ്ത് കഴിഞ്ഞാൽ അത് PR, മറ്റവൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ മേടിച്ചിട്ടുള്ള പരിപാടി. നമ്മൾ ഇന്നെല്ലാം ജെന്യുവിൻ. ആ സെറ്റപ്പിനോട് ഞാൻ യോജിക്കത്തില്ല കേട്ടോ. നമുക്കേതായാലും ഇനി മാരാര് പറഞ്ഞ കുറച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പറയാം. തൊപ്പി പൈസ വാങ്ങിയെന്ന് പ്രൂവ് ചെയ്യുന്ന കുറേ പോയിന്റ്സിലേക്ക്, എന്ന് മാരാര് പറയുന്ന പോയിന്റ്സിലേക്ക്. നമുക്ക് സത്യത്തിനൊപ്പം നിൽക്കാം. സത്യം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ആ മത്സരാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക. പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. സത്യത്തെ മറയ്ക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ സത്യത്തെ പണമൊക്കെ മറയ്ക്കും. അതായത് തൊപ്പി കാശ് മേടിച്ചിട്ടാണ്, അവൻ ഷോ ഇട്ടില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവൻ കാശ് മേടിച്ചിട്ടാണ് വന്നത് എന്നാണ് മാരാരിയോട് പറയുന്നത്. ഈ സാധനം കേട്ടപ്പോൾ തൊപ്പിക്ക് പൊളിഞ്ഞു. തൊപ്പി വന്നിട്ട് ഞാൻ കാശ് മേടിച്ചിട്ടാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാരാരെ ഫോൺ വിളിച്ചു. മാരാരെ ആദ്യം എടുത്തില്ല. അതിനുശേഷം മാരാരെ വിളിച്ചു. മാരാരെ വിളിച്ചിട്ട് മാരാരോട് ചോദിക്കുമ്പോൾ, മാരാരെ വീട്ടിൽ ചക്കയുണ്ടോ? ഇവിടുത്തെ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. മാരാരെ മാങ്ങ തിന്നോ? റഷ്യയിൽ അങ്ങ് യുദ്ധം നടക്കുകയാണ്. ഈ തരത്തിലാണ് മാരാരുടെ പല ഉത്തരങ്ങൾ. ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി അല്ല പോകുന്നത്. 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ടി തൊപ്പി തൂക്കിയടിച്ചു, രണ്ടാമത്തെ പാർട്ടി മാരാര് തൂക്കിയടിച്ചു. അങ്ങനെയാണ് ഒരൊറ്റ വീഡിയോ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊപ്പിയുടെ തൂക്കിയടി കാണാം. പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ പൈസ അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്കറിയാലോ. വിനുവിനൊന്ന് കോളിൽ ആഡ് ചെയ്തേ. വിനു ഓക്കെ, മാരാര് പറഞ്ഞു, വിനു പറഞ്ഞു, വിനു എന്ന് പറഞ്ഞാൽ അനുമോളുടെ PR, നേരത്തെ ജിൻഡോയുടെ PR. ലവൻ പറഞ്ഞ് നീ കാശ് മേടിച്ചിട്ടാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത്. സോ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നാണ് തൊപ്പി ഇവിടെ അവകാശപ്പെടുന്നത്. സോ ഇത് വിനുവിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല സംഭവങ്ങൾ നടക്കുന്നു. അതിലൊക്കെ നമുക്ക് വരാം. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ നന്ദിനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പ? ഓക്കെ, നീ വാപ്പയ്ക്ക് വിളിക്കുന്നതിൽ എന്നെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ഡാ എന്ന് വിളിച്ചത് മാരാർക്ക് പൊളിഞ്ഞു. ഈ തൊപ്പിയും രണ്ടുപേരും വളരെ അഗ്രസീവായിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. സോ തൊപ്പി ഡാ എന്ന സംബോധന ചെയ്തു. ഡാ മാരാർക്ക് പൊളിഞ്ഞു. മാരാർ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചു. മാരാറുടെ തന്തയ്ക്ക് വിളി ഇപ്പോൾ വളരെയധികം കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ബിഗ് ബോസ് സീസൺ 7 കപ്പ് അനുമോൾ ഉയർത്തും അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് അഖിൽ മാരാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സോ ഇതിൻ്റെ താഴെ അഖിൽ മാരാർ ഒരു കമൻറ്റ് ഇട്ടു. ഞാൻ പറയാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചുവിടുന്ന ഈ ചാനൽ അഡ്മിൻ അവൻ്റെ അമ്മയുടെ കൂടെ ആര് നടന്നാലും അച്ഛ എന്ന് വിളിക്കുന്നു. അവൻ വിളിക്കുന്നവൻ ഒരുവനാകും. അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ ഇവൻ അപ്പോൾ ക്യാപ്ഷൻ ഇടും എൻ്റെ അമ്മ ഒരു വെടിയാണെന്ന്. ഇങ്ങനെയുള്ള രീതിയിലാണ് മാരാരുടെ ഇപ്പോഴത്തെ സംസാരം മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടിന് തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു. മാരാരെ തൊപ്പി പറഞ്ഞതിലൊരു വാലിഡ് പോയിന്റാണ്. മാരാരുടെ നിലവാരം ക്രമാതീതമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നോക്കുക. നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയും ഈ വിനു എന്ന് പറയുന്ന അനുമോളുടെ PR-നെ അല്ലെങ്കിൽ അനീഷിൻ്റെ PR-നെ വിളിക്കുന്നു. അനുമോളുടെ PR-നെ വിളിക്കുന്നു. PR-നെ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേനും അതിനകത്ത് പറയുന്നു, ഞാൻ തൊപ്പിയായിട്ടല്ല ഡീൽ ചെയ്തത്. വിനു പറയാം, തൊപ്പിയായിട്ടല്ല ഡീൽ ചെയ്തത്, അച്ചായനായിട്ടാണ് ഡീൽ ചെയ്തത്. അപ്പോൾ തൊപ്പി കപ്പടിക്കുകയാണെങ്കിൽ ആ കപ്പുമായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ തൊപ്പിയുടെ ചാനലിൽ തരണമെന്ന് അച്ചായനൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കാശ് വാങ്ങിയിട്ടില്ല, കാശ് അവകാശപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു പ്രതിഫലം അവകാശപ്പെട്ടു. ഇത് തൊപ്പി അറിഞ്ഞില്ലെന്നാണ് തൊപ്പി പറയുന്നത്. നമുക്ക് അതിൽ ബാക്കി കൂടെ കേട്ടിട്ട് അതിലേക്കൊക്കെ വരാം. കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം ജിൻഡോ തൊപ്പിയുടെ ലൈവിലേക്ക് വന്നു. ഇത് ഒരു പണത്തിന് പകരം ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു ബിഗ് ബോസ് വിന്നർ ആദ്യം ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂ 5 ലക്ഷം 6 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ ഉള്ള എമൗണ്ടിലാണ് കൊടുക്കുന്നത്. ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി PR ചെയ്യുക, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കാം. പക്ഷേ ജിൻഡോ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് തരണം. സോ ആ ഒരു 4 lakhs എനിക്ക് പ്രോഫിറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് തൊപ്പി അവകാശപ്പെട്ടിരുന്ന സാധനം ജിൻഡോ ആദ്യമായിട്ട് ലൈവിലേക്ക് കൊണ്ടുവരുന്നു. ഇത് മറ്റേ റൂട്ടർ എന്ന് പറയുന്നതിൻ്റെ സുനാപ്പിയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ടർ 8 ലക്ഷം രൂപ ജിൻഡോയ്ക്ക് കൊടുക്കുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇത് അച്ചായനകത്ത് ഇടപെടുകയും തൊപ്പി ഈ സാധനം അറിയില്ല എന്ന് പറയുകയും അച്ചായൻ പക്ഷേ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു തരത്തിലുള്ള ബാറ്റർ സിസ്റ്റമാണ്. ഞാനിത് ചെയ്യാം, അതിന് പകരം എനിക്ക് പൈസ വേണ്ട, പൈസയ്ക്ക് പകരം അത് വേണം. ഒരു പാരിതോഷികം അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ തൊപ്പി അത് ചെയ്തത്. അപ്പോൾ തൊപ്പി നമുക്കൊരു PR ആയിട്ട് തന്നെ കൂട്ടേണ്ടി വരും അന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ തൊപ്പി ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അവിശ്വസനീയമാണ്. നമുക്കതുകൂടെ കേൾക്കാം.
അല്ലല്ല, ഞാൻ ഇട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നായിരിക്കും. അതെ അതെ. അപ്പൊ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മള് ഞാൻ ഇത് ചെയ്തു തരുന്നുണ്ട്, പക്ഷേ പകരം എനിക്ക് ജിൻഡോനെ ഇതിൽ കൊണ്ടുവരണം. ആര് അച്ഛൻ പറഞ്ഞോ? അതെനിക്കറിയില്ല, എനിക്ക് ജിൻഡോ ലൈവിൽ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിൻഡോ ജയിക്കണമെന്ന് ഞാനവിടെ ജിൻഡോ ട്രോഫി അടിച്ചാൽ ആ ട്രോഫിയുമായിട്ട് നമ്മൾക്ക് വരണം, വേറെ ഒരു സ്ഥലത്തും എന്ന് അച്ചായൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോ ജയിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ട്രോഫി ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വരണമെന്ന്. ഇനി മാരാർക്ക് അതൊക്കെ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ എന്നെ അങ്ങ് തൂക്കി അടിച്ചു കഴിഞ്ഞാൽ ഇവനെ വിളിച്ച് നാല് അപരാധം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം ഈ ബാറ്റർ സിസ്റ്റമാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് വിളിച്ച് മാരാർ വീണ്ടും സംസാരിക്കുന്നുണ്ട്. വീണ്ടും മാരാർ സംസാരിക്കുന്നത് ഇത്തവണ മാരാർ പൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം 8 ലക്ഷം രൂപ അന്ന് റൂട്ടറിൻ്റെ പ്രകാരം കൊടുത്തു എന്നാണ് മാരാർ പറഞ്ഞത്. അത് തൊപ്പി തന്നെ പറഞ്ഞതാണ്. തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ട് 8 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഈ സാധനം മാരാർ ചോദിക്കുന്നു, നീ 8 ലക്ഷം കൊടുത്തില്ലേ, നീ അപ്പം അതൊരു പണത്തിൻ്റെ പ്രൊമോഷനല്ലേ, ഉണ്ടല്ല കുറച്ചക്രമല്ല എന്നൊക്കെ ചോദിക്കുന്നു. അത് മൂന്ന് കേൾക്കാം. ജിൻഡോ എന്റെ ലൈവിൽ വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവിൽ വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? 8 ലക്ഷം രൂപ അത് വേറെ കാര്യം, അത് വേറെ കാര്യം. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ബബ്ബെ അടിച്ചു. അപ്പോൾ ആ 8 ലക്ഷം രൂപയുടെ കേസിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. 8 ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നേരെ അന്ന് ജിൻഡോ വന്ന സമയത്തെ ഈ തൊപ്പി പറഞ്ഞ ഈ 8 ലക്ഷത്തിൻ്റെ കേസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. റൂട്ടറാണ് നമ്മളെ ജിൻഡോനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. ഓക്കെ, റൂട്ടറിൻ്റെ ഇതിലാണ് ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് 8 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പുറത്ത് പറയപ്പെടുന്നത്. ഇപ്പോൾ തൊപ്പി ഇതിനെ മാറ്റി പറയുന്നു 8 ലക്ഷം രൂപ കൊടുത്തില്ല, ഒരാൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ആൾ തന്നെ പറയും നമുക്ക് ഇത്ര കൊടുത്തരായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ മാർക്കറ്റ് വാല്യൂ ഇടിയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കണക്ക് പറയുന്നതെന്നൊക്കെ പറയും. മൊത്തത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടി കാരണം, ഏതായാലും തൊപ്പി ഇപ്പോൾ എൻ്റർ ആയത് കാരണം അനീഷിന് കുറേ വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ ലവൻ്റെ PR ജയിച്ചു, മറ്റേ ജിൻഡോയുടെ PR, വിനുവിൻ്റെ PR ജയിച്ചു. ഇനിയിപ്പോൾ അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ തൊപ്പി അവകാശപ്പെടും. ഇപ്പോൾ തൊപ്പി ഇതിനകത്ത് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടാണ് ജിൻഡോ ജയിച്ചത്, ഇപ്പോൾ ഇത് അനീഷിനെ ജയിപ്പിക്കണം എന്നുള്ളത് എൻ്റെ വാശിയാണെന്ന് പറയുന്നുണ്ട്. സോ തൊപ്പി പറയും ഞാൻ പറഞ്ഞിട്ടാണ് അനീഷിന് വോട്ട് കൊടുത്തത്. സോ അടുത്ത തവണ തൊപ്പിയെ കൊണ്ട് പറയിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും. അങ്ങനെ സംഭവമൊക്കെ സംഭവിക്കും. ഏതായാലും ഈ തവണ ഫുള്ള് PR കളിയാണ്. ആര് ജയിച്ചാലും കപ്പ് ഈ ഗോസ് ടു ദ PR സ്ട്രഗിൾ. അടുത്തതല്ല PR സ്റ്റണ്ട്. അടുത്ത തവണയെങ്കിൽ ബിഗ് ബോസ് ഈ PRൻ്റെ പരിപാടി നിർത്താൻ നോക്കുക. ഇതിനകത്ത് ശരിക്കും കൾപ്രിട്ട് അച്ചായനാന്ന് തോന്നുന്നു. അച്ചായനാണ് ഈ കളിയെല്ലാം കളിച്ചത്. ജിൻഡോ ജയിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൊപ്പിയെ കൊണ്ട് അത് പറയിക്കാം. തൊപ്പി ഇത് പറഞ്ഞു ജയിച്ചു, നേരെ നമ്മുടെ ലൈവിലോട്ട് പോരട്ടെ എന്ന് പറഞ്ഞെന്ന് പറയുന്നത്. പക്ഷേ ഇത് തൊപ്പി അറിയാണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ലൈവിലേക്ക് അച്ചായൻ്റെ ഇതൊന്നും തൊപ്പി ഒന്നും അറിയുന്നില്ല. നല്ലതാണ്. ഏതായാലും അനീഷിന് ഗുണമാവട്ടെ. നിങ്ങൾ ഇനിയിപ്പോൾ വോട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് എപ്പോഴും കഴിഞ്ഞിട്ടാണ് മറ്റൊരു ഇട്ടാണ്. ബൈ.